അങ്ങനെ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം തകൃതിയായി നടക്കുകയാണ്. നാട്ടിൽ എന്ത് നടന്നാലും അതിൻ്റെ നല്ലത് പറയാനും മോശം പറയാനും ആൾക്കാരുണ്ടാവും. സമ്മേളനത്തിൻ്റെ റിവ്യൂ പറയാൻ വ്ളോഗർമാരെ പോലെ നേതാക്കൾ എത്തി. സഖാക്കൾക്കൊന്നും റോളൊന്നുമില്ല, പിണറായിക്ക് മാത്രം. പിണറായിയുടെ ഒരു ഹീറോയിസം മാത്രമേ കാണിക്കുന്നുള്ളൂ. MV ഗോവിന്ദൻ ഒരു റോളില്ല, ഡയലോഗ് പോലും ഇല്ല. എല്ലാ ഡയലോഗും പിണറായിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അഭിപ്രായങ്ങൾ തുടങ്ങുക. അല്ല മുരളിയേട്ടാ, ഈ ഉച്ചഭക്ഷണത്തിനെ പറ്റിയൊക്കെ വല്ല അഭിപ്രായം വന്നോ? എന്ത് കാര്യം, സദ്യ പോരാ? കുഴപ്പമൊന്നുമില്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുന്നു. സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പൊ ഭക്ഷണത്തിന്റെ വിവരങ്ങൾക്ക് അങ്ങനെ കിട്ടി. അല്ല, മൊത്തത്തിൽ എങ്ങനെ ചർച്ചയും റിപ്പോർട്ടും ഒക്കെ അതിനെപ്പറ്റി വല്ല അഭിപ്രായം കിട്ടിയോ? എല്ലാം PR വർക്കാണ്. പക്ഷെ പുറത്തൊക്കെ ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം കേട്ടോ. ആളുകൾ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാശ് കൊടുത്ത് ഏർപ്പാട് ചെയ്യുന്ന PR വർക്കിന്റെ റിസൾട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, പൈസ കൊടുത്തിട്ട് എന്ന് പറയുമ്പോൾ ആളുമ എത്ര വെച്ച് കൊടുത്തിട്ടുണ്ടാവും? ഞങ്ങളാരും കണക്കൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ എത്ര കോടിക്ക് വേണമെങ്കിലും നടത്തിക്കോ. എത്ര കോടിക്ക് നടത്തിയാലും കുഴപ്പമില്ല. സംഗതി എങ്ങനെയുണ്ട്? പോസിറ്റീവ് റിവ്യൂ പറയണോലില്ലേ? അങ്ങനെ പ്രതീക്ഷിച്ച് വന്നാൽ മതി. ഇതൊരു പക്ക ക്ലാസിക് മൂവിയാണ്. നല്ല സ്ലോ കുക്ക്ഡ് മൂവിയാണ്. അതായത് പതിയെ പോകുന്ന ഫ്രെയിംസ്. പക്ഷേ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പടം ഫ്രെയിംസ് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ഇനി ഡയലോഗിക്ക് കിടക്കുകയാണ്. പാർട്ടി സമ്മേളനത്തിലെ മാസ് ഡയലോഗുകൾ. കേരള ചരിത്രത്തിൽ ഒരു സർക്കാരിന് തുടർച്ച നൽകാൻ ജനങ്ങൾ തയ്യാറായി. ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാരിലേക്ക് ഉള്ള വരവിൽ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഉണ്ടായത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മൂന്നാം ഭാഗം റിലീസ് ഉണ്ടാവുന്ന ഏതിന്റെ? പിണറായി സർക്കാരിന്റെ. അത് ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ. ആ സ്വപ്നത്തിനെ കുറിച്ചുള്ള കഥ എത്ര സമ്മേളനത്തിൽ നടന്നുകൊണ്ടിരിക്കണേ. സമ്മേളനത്തിൽ മൊത്തം അതിനെപ്പറ്റിയുള്ള ഡയലോഗുകൾ അത്ര. മൂന്നാമത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന വികസനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സെമിനാർ. അപ്പൊ ഡയലോഗുകളൊക്കെ എങ്ങനെയുണ്ട് സതീഷേട്ടാ? ആണല്ലേ, നല്ല ലാഗാണെന്നാണ് പറയണേ. അല്ല, പോസിറ്റീവ് റിവ്യൂക്കാരെ സമ്മേളനം എങ്ങനെ? ഭയങ്കര സ്ലോ ആണോ? സാധാ മാസ് പടം പ്രതീക്ഷിച്ച് പോകരുത്. വേറൊരു വൈബാണ്. വേറൊരു വൈബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? കഥ എങ്ങനെ ഇത് പോണത്? നടക്കാത്ത സ്വപ്നം കണ്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് മുഖ്യമന്ത്രിയെ കൊണ്ട് വായിപ്പിക്കുകയാണ്. അപ്പൊ വേറെ ആർക്കും റോളൊന്നും ഇല്ലല്ലേ? ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി ആ സമ്മേളനം കൈയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട നടപടിയാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. അതായത് പാർട്ടി സെക്രട്ടറിക്ക് നായകസ്ഥാനം കിട്ടേണ്ടോടത്ത് മൂപ്പർക്ക് റോളൊന്നും ഇല്ലാന്ന്. പാർട്ടി സെക്രട്ടറി നോക്കുകുത്തിയായി നിന്ന് ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി ആ സമ്മേളനം കൈയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട നടപടിയാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. അപ്പൊ മൊത്തത്തിൽ ഈ ക്യാമറയ്ക്ക് എങ്ങനെ പിണറായിനെ മാത്രം എടുത്തിട്ടുള്ളൂ? പാർട്ടി സെക്രട്ടറിന്റെ അടുത്തേക്ക് തിരിച്ചിട്ടില്ലേ? ഓരോ ഫ്രെയിം നമുക്കൊരു ഫ്രെയിം ഒരു വാൾപേപ്പർ പോലെ ചെയ്താൽ അതുപോലത്തെ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. ഉഗ്രനായിട്ടുണ്ട്. ഈ ഫ്രെയിം കണ്ടാല് പാവം തോന്നൂട്ടോ. കണ്ടായിരുന്നു ഉറങ്ങും നിങ്ങള്. അപ്പോ സമ്മേളനം നോക്കിക്കാണുന്നവര് പറഞ്ഞ റിവ്യൂ ഒക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സമ്മേളനം കഴിയണത് വരെ കാത്തിരിക്കാം.